മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 3/9/1976 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം, മൂലം 4-ാം പാദം, സ്ത്രീ ജാതകമാണിത്. കർക്കടക ലഗ്നം, ലഗ്നത്തിൽ ശനി ഗുളികൻ, 2-ൽ സൂര്യൻ, 3-ൽ ബുധൻ കുജൻ ശുക്രൻ, 4-ൽ രാഹു, 5 ശൂന്യം, 6-ൽ ചന്ദ്രൻ, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ കേതു, 11-ൽ വ്യാഴം, 12-ൽ ഗ്രഹങ്ങളൊന്നും തന്നെയുമില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായിട്ട് വളരെയധികം നെഗറ്റീവ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത്. എന്തുകൊണ്ടാണത്? ലഗ്നാൽ 7, വിവാഹസ്ഥാനം 1, 2, 3, 4, 5, 6, 7. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ലഗ്നത്തിൽ കർക്കടകത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നു. വളരെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണത്. അതായത് വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, വഴക്കുകൾ, അതല്ല എങ്കിൽ മനോവിഷമങ്ങൾ, ചേർന്ന് പോവായിക തുടങ്ങിയ നെഗറ്റീവ്സിനെല്ലാം സാധ്യത വളരെ കൂടുതലുള്ള ഈ ഒരൊറ്റ പൊസിഷൻ കൊണ്ട് തന്നെ, അതായത് വിവാഹ അധിപനായിട്ടുള്ള ഗ്രഹം അത് ഏത് തന്നെയാണെങ്കിലും ഗുളികനോടൊപ്പം നിൽക്കുന്നത് വളരെ മോശം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ശനി പുത്രനാണ് ഗുളികൻ. അപ്പോൾ ശനി ഗുളികൻ ലഗ്നത്തിൽ നിൽക്കുന്നത് ആ വ്യക്തിക്ക് തന്നെയും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അങ്ങേയറ്റം മോശമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഏതൊരു ഗ്രഹനിലയിലും വിവാഹ കാരകനായിട്ടുള്ള ഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ ഇവിടെ 3-ൽ ബുധനോടും കുജനോടും, കുജൻ്റെ ശത്രുവാണ് ബുധൻ, ആ 2 ഗ്രഹങ്ങൾക്കൊപ്പം നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു പ്രധാന കാരണം തന്നെയാണ്. അപ്പോൾ വിവാഹാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ഗുളികനോടൊപ്പവും അത് ശനിയായിട്ട് വരികയും ചെയ്തു. അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നീചസ്ഥനായി നിൽക്കുകയും ചെയ്തു. അവിടെ ശത്രു അവസ്ഥയുമുണ്ട്. വിവാഹകാരഗ്രഹത്തിനല്ല, കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ശത്രുവാണ് ബുധൻ. അതിനോടൊപ്പം നീചം ചെയ്ത് ശുക്രനും കൂടെ നിന്ന് കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ട് വളരെ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശനി എന്ന ഗ്രഹത്തിൻ്റെ ദൃഷ്ടി എടുത്തു കഴിഞ്ഞാൽ ശനി 3, 7, 10 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു, 7-ാം ഭാവാധിപനാണ്, ഗുളികനോടൊപ്പം ലഗ്നത്തിൽ നിൽക്കുന്നു. അതിൻ്റെ 3-ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു പൊസിഷൻ തന്നെയാണത്. ആ ശനി 3-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. നീചം ചെയ്തു നിൽക്കുന്ന വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഒരുമിച്ച് നിന്നാൽ അഗ്നിമാരുത യോഗമെന്ന് പറയാൻ കഴിയുന്ന കുജനിലേക്ക്, അതുപോലെ തന്നെ ബുധനിലേക്കും ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനി ദൃഷ്ടി ചെയ്യുന്നു. നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം കർക്കടകം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ശനിയുടെ 7-ാം ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹ സ്ഥാനത്തേക്ക് തന്നെയാണ്. കർക്കിടകത്തിൽ നിന്നുകൊണ്ട് മകരത്തിലേക്ക് 7-ാം ദൃഷ്ടി ശനി നടത്തുന്നുണ്ട്. ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ വിവാഹസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. അതുപോലെ തന്നെയാണ് 10-ലേക്കും ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 10-ൽ കേതുവാണ്. 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനിലേക്കും ശനിയുടെ ദൃഷ്ടി ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് രാഹുവിൻ്റെ 12-ാം ദൃഷ്ടിയും വിവാഹകാരകൻ ആയിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് വരുന്നു. രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശനിയുടെയും രാഹുവിൻ്റെയും വിവാഹ കാരക ഗ്രഹത്തിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. വിവാഹ സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, അല്ലെങ്കിൽ ചേർന്ന് പോകാത്ത അവസ്ഥ, അല്ലെങ്കിൽ
വിട്ടു നിൽക്കുക, വേർപിരിഞ്ഞ് നിൽക്കുക, മനസ്സുകൊണ്ട് വേണ്ട എന്ന് വയ്ക്കുക പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. അതിലേക്ക് ചെറിയ ഒരു ആശ്വാസ ഘടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടിയാണ്. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി 3ലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹസ്ഥാനത്തേക്കും വരുന്നുണ്ട്. അതുമാത്രമാണ് ഒരു ആശ്വാസ കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഇത്രയധികം നെഗറ്റീവ്സ് വിവാഹ സ്ഥാനത്തെ കൊണ്ടും അതിൻ്റെ അധിപനെ കൊണ്ടും അതുപോലെ തന്നെ വിവാഹ കാരക ഗ്രഹത്തെ കൊണ്ടും ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, വ്യാഴത്തിൻ്റെ പവർ എന്ന് പറയുന്നത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കമ്പാരിറ്റീവ്ലി താരതമ്യം ചെയ്താൽ പ്രയാസമായിരിക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും കർക്കിടകത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ പ്രത്യേകത മനസ്സിൻ്റെ കാരകഗ്രഹമാണ്, മാതാവിൻ്റെയും കാരകഗ്രഹമാണ്. അപ്പോൾ ആ ലഗ്നത്തിൽ തന്നെ ഈ പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധിപനും ഗുളികനുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു മനസമാധാനമില്ലായ്ക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ മെൻ്റലി ടോർച്ചർ ചെയ്യപ്പെടുക. ഏതെങ്കിലുമൊക്കെ രീതിയിൽ വാക്കുകൾ കൊണ്ടാവാം, ചിന്തകൾ കൊണ്ടാവാം, പ്രവൃത്തികൾ കൊണ്ടാവാം, റിയാക്ഷൻസ് കൊണ്ടാവാം. എങ്ങനെയാണെങ്കിലും മെൻ്റലി മാനസികമായി ടോർച്ചർ ചെയ്യപ്പെടുക. അല്ലെങ്കിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു രീതിയിലും വിവാഹം എന്ന് പറയുന്ന പോർഷൻ മുന്നോട്ട് പോകാതിരിക്കുക എന്നും സാരം. ഇതെല്ലാം തന്നെ ഈ ഗ്രഹനിലയുടെ പ്രത്യേകതകൾ തന്നെയാണ്. ഇദ്ദേഹം കൃത്യമായി ഭാഗ്യാധിപനായിട്ടുള്ള, ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടും ഒക്കെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുവിധം മനസ്സിന് ഇളക്കം തട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ മനസ്സ് വലിയ രീതിയിൽ നോവാത്ത രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും. എന്നിരുന്നാലും ഇത്രയധികം അല്പം കട്ടി കൂടിയ നെഗറ്റീവ്സ് ഉള്ളപ്പോൾ ഈ പറയുന്ന പോലെ ഒരല്പം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് ഉണ്ടായേ തീരൂ, അനുഭവിച്ചേ തീരൂ. അത് ജാതകയോഗം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം, കേതു ദശയിലായിരുന്നു ജനനം, ജന്മശിഷ്ടം 78 വരെ കേതു ദശ, അതിനുശേഷം 20 കൊല്ലം ശുക്രദശ 98 വരെ, അതിനുശേഷം 6 കൊല്ലം സൂര്യൻ 2004 വരെ, അതിനുശേഷം 10 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ചന്ദ്രദശ 2014 വരെ, അതിനുശേഷം 7 കൊല്ലം കുജദശ അഥവാ ചൊവ്വയുടെ ദശ 2021 വരെ, ശേഷമാണ് 18 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന രാഹുദശ. രാഹു 4-ലെ രാഹു അല്പസ്വല്പം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 4-ലും പ്രത്യേകിച്ചും 5-ലുമൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ ആ ദശയെ അല്പസ്വല്പം കരുതലോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും 12-ലേക്ക് വിവാഹകാരകൻ നിൽക്കുന്നിടത്തേക്ക് രാഹു ദൃഷ്ടിയും ചെയ്യുമ്പോൾ വിവാഹം അല്ലെങ്കിൽ റിലേഷൻ അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തർക്കങ്ങൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. 2039 വരെയാണ് രാഹുദശയുടെ കാലാവധി എന്ന് പറയുന്നത്. അതിനുശേഷം 16 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഗുരുദശയാണ്. 11-ലാണ് വ്യാഴം നിൽക്കുന്നത്. അവിടേക്ക് ഗുളികൻ്റെയോ അതല്ല എങ്കിൽ ശനിയുടെയോ അതല്ല എങ്കിൽ രാഹുവിൻ്റെയോ ഒന്നും ദൃഷ്ടികളില്ല. ഗുരു വളരെ സേഫായിട്ടാണ്, വളരെ സുരക്ഷിതനായിട്ടാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് ഗുരുവിൻ്റെയൊക്കെ അപഹാരം, രാഹുദശയാണെങ്കിൽ പോലും ഗുരുവിൻ്റെ അപഹാരമാണ് ഇവിടെ നടക്കുന്നത്. ഈ കാലത്തിലൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഒരു 60% അനുകൂലത്തിലും 40% പ്രതികൂലത്തിലും എന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ അത് മുന്നോട്ട് പോകും ശ്രമിച്ചാൽ. പക്ഷേ എപ്പോഴും രാഹു കാലതാമസം, അസ്വസ്ഥത അല്ലെങ്കിൽ മായാവിദ്യകളുള്ള ഛായാഗ്രഹം, ഇല്യൂഷൻസാണ് രാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും, എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയും, എല്ലാ കാര്യങ്ങളും വളരെ ചിന്താശേഷിയോടുകൂടിയും ആലോചിച്ചും പക്വതയോടെയും കണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് എന്ന് സാരം.
കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് തന്നെ ഈ വ്യക്തി മുന്നോട്ട് പോകണം. അതല്ലാത്ത പക്ഷം മനസ്സിനിണങ്ങാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ചും രാഹുദശ, അഭിമുഖീകരിക്കേണ്ടി വരാമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായാണ് പരിഹാരങ്ങൾ ചെയ്തു പോകുന്നതെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജിൽ ഗണ്യമായ കുറവ് സംഭവിക്കും. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു വഴി അല്പം മാറി ദൂരെയാണെങ്കിലും അത് തെളിഞ്ഞിട്ടുണ്ടാകും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.